ഹലോ, ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ എപ്പിസോഡൊന്നും വന്നിട്ടില്ല, പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൗതം പിങ്കിയുടെ ചതിവലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സത്യങ്ങൾ നന്ദ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൗതം നന്ദയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നന്ദയോട് ഗൗതം പറഞ്ഞത് നമുക്ക് പിരിയാം, ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിങ്കി നിന്നെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കും, അതെനിക്കൊരിക്കലും സഹിക്കാനായിട്ട് സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പിരിയാമെന്ന് പറഞ്ഞപ്പോൾ നന്ദ പറഞ്ഞത് അത് കുഴപ്പമില്ല, ഇപ്പോൾ കാര്യമുള്ള കാര്യത്തിനാണല്ലോ ഗൗതം സാർ ഇങ്ങനെ എന്നെ അകറ്റുന്നത്, അതിനൊരു കുഴപ്പമില്ല, എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ പിങ്കി ഗൗതമിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഗൗതമും നന്ദയും തമ്മിൽ കുറച്ചുകൂടി ആ ഒരു കുറച്ച് അകൽച്ചയൊക്കെ മാറി അവരിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പ്രണയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗൗതമിന് നന്ദ ചായ കൊണ്ടു കൊടുക്കുകയും ചായയൊക്കെ കൊണ്ടു കൊടുത്ത് സന്തോഷത്തോടെ അവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പിങ്കി വന്ന് ചാടുവാണ്. എന്നിട്ട് അവിടെ നിന്ന് ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും പിങ്കിയുടെ മുന്നിൽ നിന്ന് വെച്ച് തന്നെ ഗൗതമിനോട് സ്നേഹത്തോടെ സംസാരിക്കാനും പിങ്കിയും നമ്മുടെ നന്ദയുടെ മുന്നിൽ വെച്ച് തന്നെ ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും നന്ദയും ഗൗതമും തമ്മിൽ അകലാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ പിങ്കി കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദ ചായ കൊടുത്തത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഗൗതം തന്നെ നന്ദയെ വഴക്ക് പറയണം, അല്ലെങ്കിൽ ഗൗതമിനെ കൊണ്ട് തന്നെ നന്ദയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുവാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഗൗതം പറയുവാണ്, നീ എന്തിനാ പിങ്കി ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളെ ഇപ്പോൾ നല്ല സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെ സന്തോഷം പിന്നെ അവരുടെ ആ ഒരു സന്തോഷമൊക്കെ നീ തല്ലിക്കെടുത്തിക്കൊണ്ട് എന്തിനാണ് അവരെ ദുഃഖിപ്പിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം അവിടെ പിങ്കിയെ വിമർശിക്കുന്നുണ്ട്. പിങ്കിയോട് ഗൗതം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞത്, ഓ ഇപ്പം ഞാനാണല്ലേ കുറ്റക്കാരി, അല്ലെങ്കിൽ ഞാനാണല്ലേ എല്ലാവരുടെയും സന്തോഷങ്ങൾ നശിപ്പിക്കുന്നത്, ഇപ്പൊ ആരാണ് സന്തോഷം നശിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഗൗതമിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മി അമ്മയുടെ പേര് വിളിക്കുകയും എന്നിട്ട് ലക്ഷ്മി അമ്മയോട് സത്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോവുകയും അങ്ങനെ അവിടെ നന്ദയും ഗൗതമും കൂടി പിങ്കിയെ തടുത്ത് നിർത്തുന്നുണ്ട്. അവസാനം ഗൗതമിന്റെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ പിങ്കിയുടെ വാക്ക് കേട്ടിട്ട് പിങ്കിയുടെ ആ ഒരു ഭീഷണിയിൽ ഗൗതമിന് പിങ്കിയുടെ കൂടെ പുറത്തു പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അവിടെ നന്ദയ്ക്കൊന്നും തടയാൻ പറ്റത്തില്ല, കാരണം പിങ്കി സത്യങ്ങൾ അറിഞ്ഞു എന്ന് നന്ദയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഗൗതം നിവർത്തിയിട്ടുകൊണ്ട് പിങ്കിയുടെ കൂടെ പോവാണ്. അപ്പോൾ അവിടെ പോയതിനു ശേഷം ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഗൗതമിന് ദേഷ്യം വന്നു. അപ്പോൾ ഗൗതം പിങ്കിയോട് പറഞ്ഞത്, പിങ്കി നീ എന്തിനാ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്, നിനക്ക് നാണമില്ലേ, അല്ലെങ്കിൽ നിനക്ക് എന്താ ഈ ഇങ്ങനത്തെ സ്വഭാവം എന്തിനാ നീ കാണിക്കുന്നത്, നീ ഒരു പോലീസ് ഓഫീസറിനോടാണ് നീ ഈ പരാക്രമം കാണിച്ചു ിരിക്കുന്നത് ഒരു IPS ഓഫീസറായ എന്നെയാണ് നീ ഈ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഇത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതം അവിടെ ദേഷ്യപ്പെടുകയും ഇത് കേട്ടപ്പോൾ പിങ്കിക്ക് ദേഷ്യം വന്നു. അപ്പോൾ നന്ദ വിളിക്കുമ്പോൾ നന്ദയുടെ കൂടെ പോകുന്നതോ അതിനൊരു കുഴപ്പമില്ല, ഞാൻ വിളിക്കുന്നതിലേ പ്രശ്നമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ പിങ്കി ചാടിക്കടിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം പറഞ്ഞത്, നന്ദ എൻ്റെ ഭാര്യയാണ്, പക്ഷെ നീ ഒരിക്കലും എൻ്റെ ഭാര്യയല്ല, നീ എൻ്റെ അനിയന്റെ ഭാര്യയാണ്. അപ്പോൾ നന്ദയെ ഞാൻ അത്രത്തോളം ചേർത്ത് നിർത്തണം, പക്ഷെ നിന്നെ ഞാൻ ഒരു അകലം പാലിച്ച് നിർത്താവൂ എന്നവിടെ ഗൗതം സംസാരിക്കുകയും ഇത് കേട്ടപ്പോൾ പിങ്കിക്ക് ദേഷ്യം വന്നു. എന്തായാലും ഇതിനുള്ള മറുപടി അല്ലെങ്കിൽ ഇതിനുള്ള ഉത്തരം ഞാൻ ഇപ്പൊ തന്നെ തരാം. ഇതിന് ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്റെ കഴുത്തിൽ കിടക്കുന്നത് നിങ്ങൾ അനിയൻ കെട്ടി തന്ന താലിയാണ്, അത് അഴിച്ചു മാറ്റണം, എന്നിട്ട് നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടണം. അപ്പോൾ ഗൗതം പറ്റത്തില്ല എന്ന് പറയുകയും, പക്ഷെ അത് പറ്റിയിരിക്കണം, നാളെ രാവിലെ ഒരുങ്ങിയിരുന്നോണം, നാളെ രാവിലെ എന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന അർജുൻ കെട്ടിയ താലി അഴിച്ചു മാറ്റി ഗൗതം എന്റെ കഴുത്തിൽ താലി കെട്ടി ഗൗതം എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണം അവിടെ പിങ്കി ഗൗതമിനോട് പറയുകയും എന്നിട്ട് ഞാൻ നാളെ എന്തായാലും ഒരുങ്ങി നിൽക്കും, ഗൗതം ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ഉറപ്പായിട്ട് ഞാൻ സത്യങ്ങൾ തുറന്നു പറയും എന്ന് ഗൗതമിനെ ഭീഷണിപ്പെടുത്തിയാണ് അവിടെ പിങ്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഗൗതമിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കാം, എന്തായാലും പിങ്കിയുടെ ഈ ഒരു ഭീഷണി സ്വീകരിക്കാൻ എന്തായാലും ഗൗതമിന് സാധിക്കത്തില്ല. തൻ്റെ ഭാര്യയെ ഒഴിവാക്കിക്കൊണ്ട് നന്ദയെ ഒഴിവാക്കിക്കൊണ്ട് ഗൗതമിന് എന്തൊക്കെ ചെയ്താലും പിങ്കിയുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് ഗൗതമിന് സാധിക്കത്തില്ല. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ ഗൗതമിനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും, പിങ്കിയുടെ ഈ ഒരു വലയത്തിൽ നിന്നും ഗൗതമിന് എങ്ങനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഗൗതമിനെ രക്ഷിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ, അതോ ഇനി ഗൗതമിനെ നന്ദയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിങ്കിയുടെ ഈ ചതി പൊളിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ അവതരിക്കുമോ? എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരെയും ബൈ.